power of the Holy Ghost upon him, how many things David did. He challenged Goliath and the Philistines and told them he was going to kill them, and at the same time he was rushing forward to meet this giant. ഒരു സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നു. രണ്ട് മേഖലയിൽ നിൽക്കാൻ കഴിയാതെ, അയ്യോ ഞാനൊരു പാവമാണ്, അയ്യോ എനിക്ക് ബലമില്ലേ, അയ്യോ ഞാൻ ക്ഷീണിക്കുന്നേ, ഞാൻ പരീക്ഷയിൽ തോക്കുന്നേ, ഞാൻ ജോലിയിൽ ബലഹീനയാകുന്നേ, ഞാൻ കുടുംബത്തിൽ ബലഹീനയാകുന്നേ. എല്ലാ മേഖലയിലും ശത്രുവിന്റെ പോരാട്ടത്താൽ പുറകിൽ പോകുന്ന ഒരു സഹോദരിയെ ദൈവത്തിന്റെ ആത്മാവിന് രാത്രി കാണുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടും തോറും പിശാച് നിങ്ങളെ വാടും. ദാവീദ് എന്താ ചെയ്തത്? അവൻ മുമ്പോട്ട് ഓടി. And he ran towards Goliath. പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ശക്തിയുടെ പ്രത്യേകത, ശക്തി പിറകോട്ട് പോകുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ രാവിലെ ഒരു യോഗം കഴിഞ്ഞു. I had a meeting in the morning. ഡാളസിലാണെങ്കിൽ ഫുൾ പ്രോഗ്രാമായിരുന്നു. I had a full schedule while I was in Dallas. ഒരു കാറിൽ നിന്നും അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി, അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി, അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി, അങ്ങോട്ട് ഇറങ്ങി അടുത്ത കാറിൽ കയറി. ഒരു ദിവസം ഇങ്ങനെ പറക്കുക, നിലത്ത് കാല കൊടുത്തില്ല എന്ന് വെച്ചാൽ ഇങ്ങനെ. പത്തും 20 പ്രോഗ്രാമുകൾ. I was my schedule was so hectic and busy that I didn't have any time to rest while I was in Dallas. അത് കഴിഞ്ഞ് ഇവിടെ വന്നതിന്റെ പിറ്റേ ദിവസം മുതൽ ഈ നിൽക്കുന്ന ഒരു കാറിൽ നിന്നും കയറി ബ്രദറിന്റെ കൂടെ ഇവിടെ വരുക. And as I came to Houston also, the thing remains the same, that I am very busy. Hallelujah. നിങ്ങൾ കണ്ടായിരുന്നു? ഞാൻ അവിടെ തൂങ്ങി. Because of the hectic schedule that I have had, I almost fell asleep while I was sitting in this chair. ചില യോഗത്തിന് ചെന്നിരിക്കുമ്പോ നല്ല ആൾക്കൂട്ടമായിരിക്കും. നമ്മളിങ്ങനെ തൂങ്ങുമ്പോൾ പാസ്റ്ററൊക്കെ അറിയായിരിക്കുന്ന മനുഷ്യൻ എഴുന്നേറ്റ് കഴിയുമ്പോഴൊക്കെ കാര്യം. പക്ഷെ വിശ്വാസികൾ വന്നിരുന്നത് ഒരു കിളവനെ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നു. ഉറക്കം തൂങ്ങി കിളവൻ. Pastors may understand the power of God that is in me, but many times because of the physical fatigue that is in me, the believers may think that I am not that good as they say. പക്ഷേ ശുശ്രൂഷിക്കാൻ അങ്ങോട്ട് എഴുന്നേറ്റ് കഴിയുമ്പോ ദൈവശക്തി എന്നില്ല എർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ പാഞ്ഞിങ്ങനെ ദൈവശക്തി വ്യാപിക്കും. ഇങ്ങനെ ദൈവശക്തി ഇങ്ങനെ വ്യാപിക്കും. എനിക്ക് ഇങ്ങനെ അനുഭവപ്പെടുകയാണ്. ഈ കൈ അങ്ങോട്ട് രോഗികൾക്ക് മേൽ വയ്ക്കുമ്പോൾ തന്നെ ഈ ദൈവശക്തി അവനിലേക്ക് ഇങ്ങനെ എന്താ പറയുക, ട്രാൻസ്ഫോമറിൽ നിന്ന് വ്യാപരിക്കുന്നത് പോലെ വ്യാപരിച്ച് അവർക്ക് സൗഖ്യമാകുക. ശക്തിയുടെ പ്രത്യേകത അതൊരിക്കലും പിറകോട്ട് ഓടത്തില്ല. വിമാനം പിറകോട്ട് ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം TV നിങ്ങൾ കണ്ടു കാണും. മേൽപോട്ട് പറന്ന വിമാനം താഴോട്ട് അമേരിക്കയുടെ ഒരു വിമാനം ഇങ്ങനെ അങ്ങോട്ട് പറന്നു. പക്ഷേ അതിൻ്റെ ജെറ്റ് ബലഹീനമായി താഴോട്ട് വരിക. അത് ആ വിമാനം തകർന്ന് വീണു. സ്തോത്രം. അതിനകത്തുണ്ടായിരുന്ന യാത്രക്കാർ മുഴുവനും മരിച്ചു. If an aeroplane goes forward as it takes off, when it loses the power, it will come down and will fall and people perish along with it. ശക്തി മുന്നോട്ടേ പോകത്തുള്ളൂ. That the power will take you only forward. ദൈവശക്തി കൊണ്ട് നിറഞ്ഞ ദാവീദ്
മുമ്പോട്ട് ഓടി കവണയിൽ കല്ലെടുത്ത് വെച്ചു. അത് കല്ല് ചുഴറ്റി ഗോലിയാത്തിന് എറിയുന്നു. ഗോലിയാത്ത് കിലുകിലുകിലെന്ന് കവിഴ്ന്നു വീഴുന്നു. ഒരു മനുഷ്യൻ ഒരു നിമിഷം കൊണ്ട് എത്ര കാര്യമാണ് ചെയ്യുന്നത്. Do you know how many things David did by the power of the Holy Ghost of the anointing? He charged forward to verse Goliath. He took his sling, put the stone, and he aimed at the Gentile and killed him. അതേ ദാവീദ് പറയും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. നീ എന്റെ ദൈവത്താൽ മതിൽ ചാടി കടക്കും. Says that I will charge through the troop by you and I will leap over the wall. എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കുന്നവൻ എന്റെ ഗിരികളിൽ എന്നെ നിൽക്കുമാറാക്കുന്നു. He makes my feet to be like hinds feet and make me to stand upon the hill. ദൈവശക്തി നമ്മെ മുന്നോട്ടാണ് നയിക്കുന്നത്. The power of God will take us forward. നമുക്ക് ശക്തിയുണ്ട്. We have the power. പക്ഷെ ഒരു കാര്യം, But one day നമ്മുടെ ശക്തിയെ നാം വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തുന്നില്ല. we are not using the power of the Holy Ghost that is in us. ഇവിടെ യേശു പറയുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. The Lord Jesus says that I will give you authority in order to trample on serpents and scorpions and all the power of the enemy. ഈ ശക്തി എന്തിനാണ്? Why do we have this ഈ power? അധികാരം എന്തിനാണ്? Why do we have this ഈ authority? അധികാരം എന്തിനാ? What for this authority is? കൈയടിക്കാനോ, Is it only for clapping? പാടാനോ, Is it only for singing? പ്രാർത്ഥിക്കാനോ, Only for praying? ഇതെല്ലാം നടക്കും. But all these things will also happen. നമ്മിൽ പകർന്നിരിക്കുന്ന ശക്തി കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ഈ പാമ്പിന്റെ മേൽ ജയമെടുക്കണം. The power that is given in us, what the Lord intends is that we must overcome the serpent. പല ദൈവമക്കളും പരീക്ഷയിൽ തോറ്റുപോകും. അതേസമയം അവർ കൈയടിക്കാനും പാടാനും പ്രാർത്ഥിക്കാനും സാക്ഷ്യം പറയാനും പ്രസംഗിക്കാനും ഒക്കെ മുമ്പിലാണ്. Many children of God will fail, will be defeated in their trial, but when they come together to worship the Lord, they are very good at clapping, praying and singing. നമ്മളൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഈ ശക്തി, ഈ അധികാരം ശത്രുവിനെ ജയിക്കാനാണ്. We have to understand very clearly that the power of the anointing of the Holy Ghost is given in order to defeat the enemy, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ ജയമെടുക്കാൻ. in order to overcome our problems. ഇത് ഒരു നിസാര പ്രശ്നം മതി നമ്മുടെ അധികാരം ഉപയോഗിക്കാൻ കഴിയാതെ നമ്മളങ്ങ് ബലഹീനമാകും. Many times we get weak by not using the power that is given in us, even when we face a minor problem. ഒരു ചെറിയ വിഷയത്തിൽ പോലും ജയമെടുക്കാൻ കഴിയാതെ ഇങ്ങനെ ഇത് ചീര വാടും പോലെ വാടിപ്പോകുന്ന എത്രയോ വിശ്വാസം. So many believers, even in the face of a minor problem, cannot overcome the enemy but wither away like a leaf. അവർക്കും പരിശുദ്ധാത്മാവുണ്ട്. They also have the Holy Ghost. അവർക്കും അധികാരമുണ്ട്. They also are given the authority. ശക്തിയുണ്ട്. They are given the power. പക്ഷേ അവരുടെ അധികാരം അവർ ഒന്നാമത് കാണുന്നില്ല. രണ്ടാമത് അവരുടെ അധികാരം അവർ ഉപയോഗിക്കുന്നില്ല. First of all, they don't realize the authority that is in them. And secondly, they are not using that authority. ഈ അധികാരം നമ്മൾ ഉപയോഗിക്കും തോറും ഇത് വർത്തമാനമാകുകയും ഇത് അധികം പ്രകാശിതമാകുകയും ചെയ്യും. The more we use the power of the Holy Ghost, the authority that is given in us, the more authority we will be invested with. നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ ഇത് താഴോട്ട്. If we don't utilize the authority that is given in us, you will diminish in your authority. ഈ അധികാരം ഉപയോഗിക്കുന്നത് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. I have seen people using this authority. നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലകളുടെയും ചുമതല മന്ത്രിക്കല്ല. In the state of Kerala, there are several districts, and the ministers are not
directly in control of the districts. പിന്നെ ആർക്കാ? Who has authority over it? അതിനാണ് കളക്ടർമാരെ നിയമിച്ചിരിക്കുന്നത്. There are district collectors who are the civil employees who have authority to run the districts.